നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഞണ്ട് വറുത്തരച്ച കറിയാണ്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ് കേട്ടോ പറയാറ്. അതും കറി മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു തനതായ രുചിയും നമുക്ക് കിട്ടുന്നതും. കറി വെച്ച ചട്ടിയിൽ കുറച്ച് ചോറ് കൂടെ കുഴച്ച് കഴിച്ചാൽ പിന്നെ അതിലും വലിയ സ്വാദ് വേറൊന്നും തന്നെ ഇല്ല. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച നല്ല പാചകങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. പഴയകാല ആ ഒരു വറുത്തരച്ച കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ഇതിലേക്കൊരു തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കി പാചകം തുടരാവുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. എൻ്റെ കൂട്ടുകാർ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അങ്ങനെ വറുത്തരച്ച ഞണ്ട് കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ ഞണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കവാലി ഞണ്ടെന്നറിയപ്പെടുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ്. കായലിലും കടലിലും ഒരുപോലെ തന്നെ വളരുന്ന ഈ ഒരു ഞണ്ട് ആരും കൊതിച്ചു പോകുന്ന അത്രയും രുചിയോടുകൂടിയുള്ള മാംസവുമാണ് ഇതിനുള്ളത്. ഞണ്ട് ഇതുവരെയും കഴിക്കാത്ത ആൾക്കാർക്കും ഞണ്ട് കറി തയ്യാറാക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ്. ഇനി നമുക്ക് ഈ ഞണ്ടിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ രണ്ടായിട്ടൊന്ന് ഭാഗിച്ചതിന് ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. അങ്ങനെ നമുക്കിനി ഞണ്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഈ ഞണ്ട് കട്ട് ചെയ്തെടുക്കുന്നതും ക്ലീൻ ചെയ്തെടുക്കുന്നതും ഒന്നും കാണിക്കുന്നില്ല. കാരണം നമ്മുടെ വീഡിയോസിന് ലെങ്ത് കൂടി പോകും എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് മുമ്പായിട്ട് തന്നെ നമുക്ക് ഞണ്ടിന്റെ ഗ്രേവിയാണ് ആദ്യം റെഡിയാക്കേണ്ടത്. ഞണ്ട് കറി തയ്യാറാക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കണം. അല്ലെങ്കിൽ ഞണ്ടിന്റെ മാംസമെല്ലാം വെള്ളമായി മാറുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് ആദ്യം തന്നെ ഞണ്ടിന്റെ ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് കൊച്ചുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി അല്പം വെള്ളത്തിലിട്ട് ഒന്ന് വെച്ചിരിക്കുവാണ്. ഇത് തോല് എളുപ്പത്തിൽ തന്നെ കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൊച്ചുള്ളി ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിച്ചും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും വളരെ എളുപ്പത്തിൽ തന്നെ പൊളിച്ചു കിട്ടുന്നതിനായിട്ട് ചെറു ചൂട് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മതിയാകും. അങ്ങനെ ഞാനിവിടെ കൊച്ചുള്ളി ഒരു 100 ഗ്രാമോളം പൊളിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ അര ചെറിയ മുറി നാളികേരം തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്കായിട്ട് 1 സ്പൂൺ അളവില് പെരിഞ്ചീരകവും 2 ഏലക്കയും 3 തക്കോലത്തിന്റെ ചെറിയ കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ കറി തയ്യാറാക്കാനായിട്ട് ഓവർ മസാലകളൊന്നും തന്നെ വേണ്ട. കൂടെ തന്നെ ഇതുപോലൊരു കഷ്ണം കറുവപ്പട്ട, 1 സ്പൂൺ അളവില് കുരുമുളക്, 2 തണ്ട് കറിവേപ്പില, 3 കറയാമ്പും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം ഇതുപോലെ മസാലകളില്ലെങ്കിൽ 1.5 സ്പൂൺ അളവില് മസാലപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കാം. തേങ്ങ കരിയാതെ തന്നെ വറുത്തെടുക്കാനായിട്ട് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ടും. നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വേണം വറുത്തെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. നാളികേരമൊക്കെ നല്ല മെറൂൺ കളറിലേക്കായി കിട്ടണം. അതുവരെയാണ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടെ എടുത്ത് വയ്ക്കാം. 3 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നാളികേരം നല്ല പോലെ ചുവക്കെ ഒന്ന് മുരിഞ്ഞു വന്നു. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള പൊടികൾ ഇതിലേക്ക് ചേർക്കാം. പൊടികളും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുവാണ്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കണം ഇതുപോലെ പൊടികൾ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതും. അങ്ങനെ നമ്മൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത മസാലകളൊക്കെ നല്ല പോലെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടിയുടെ ചൂടൊന്ന് ആറി വരാനായിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ അല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചുകൂടി വെക്കണം. അതിനുശേഷം ചൂടായ മൺചട്ടിയിലേക്ക് 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ 1 മിനിറ്റ് നേരം കൊച്ചുള്ളി വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ളൊരു 4 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർക്കാം.
ഇനി പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. മുളക് പൊടിയും നല്ലതുപോലെ മൊരിഞ്ഞ് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് അരച്ചു വെച്ചിട്ടുള്ള നാളികേര കൂട്ടാണ്. ഈ ഒരു കൂട്ടുകൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. നിങ്ങളെ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്തതാണെങ്കിൽ ഈ ഒരു രീതിയിൽ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മൾ വറുത്തെടുക്കാനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നതും. അരപ്പ് വളരെ എളുപ്പത്തിൽ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാകമായാൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. അരപ്പൊക്കെ ഒന്ന് വാടി അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോഴേക്കും ഈ ഒരു പാകത്തിലേക്കാണ് അരപ്പ് മാറി വരിക. ഈ ഒരു പരുവത്തിലേക്കായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളച്ച് വരാനായിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അരപ്പൊക്കെ അടിയിൽ പിടിക്കാനും സാധ്യത വളരെ തന്നെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല പോലെ വറ്റിയിരിക്കുന്ന ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ചേർക്കേണ്ടത്. ഞാൻ ഈ ഞണ്ടിനെ 2 ഭാഗമായിട്ട് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞണ്ടും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. കറി നല്ലതുപോലെ തിളച്ചു തുടങ്ങിയാൽ മൂടി തുറന്ന് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല എന്നുറപ്പ് വരുത്തിയതിന് ശേഷം ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് ഈ കറി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഞാനിവിടെ ഇതുപോലൊരു പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഏത്തക്കായുടെ തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കറിയിലേക്കൊന്ന് ചേർക്കാം. ഏത്തക്കായക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങോ ചേനയോ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങൾ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമ്മുടെ കറി ഒന്ന് വെന്ത് വരുന്നത് വരെയും നമുക്ക് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത്. ഞണ്ടുകറി മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. മൺചട്ടിയിൽ വേവിച്ചെടുക്കാനായിട്ട് അടിയിൽ പിടിക്കുന്നത് കൊണ്ട് വളരെ തന്നെ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നതും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറിയുടെ വെന്ത് കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കറി ഇപ്പോൾ നല്ല പോലെ കുറുകിയൊക്കെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കട്ടിയായിട്ട് ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യവുമില്ല. ഇനി നമുക്ക് താളിപ്പിനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/2 സ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് നല്ല പോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം. നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടതും. താളിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. ഇനി കറി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല കുറുകിയ പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.